എന്താ ഒരു പ്രധാന കാര്യം പറയാനുണ്ടല്ലോ പറഞ്ഞേ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫ്ലെക്സും പോസ്റ്ററും ഒന്നും ഉണ്ടാകില്ലെന്ന് പറയുകയാണ് ചാണ്ടി ഉമ്മൻ. ആലോചിച്ച് തന്നെ തരിച്ചു കയറുക. അൾട്ടിമേറ്റ്ലി മുഖം ഒഴിവാക്കി കൈപ്പത്തി ചിഹ്നം മാത്രമായിരിക്കും ഉപയോഗിക്കുക. ഇയാൾക്കെന്താ ഭ്രാന്താണോ? മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നും ചാണ്ടി ഉമ്മൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ചാണ്ടി, ഇത്തവണ തെരഞ്ഞെടുപ്പ് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികം വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? ഇന്നലെ റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അല്ല, നല്ല ഒരു റെസ്പോൺസാണ് ജനങ്ങളിൽ എന്നുള്ളത്. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. ഇപ്പോൾ പൂർണ്ണമായ വിശ്വാസമാണ് വിജയം എന്നുള്ളത്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ഇത്തവണ ഫ്ലക്സും പോസ്റ്ററും ഒന്നും ഇല്ലാന്നൊക്കെ ഒരു കേൾക്കുന്നുണ്ട്. അതെ, ഫ്ലെക്സും പോസ്റ്ററിലേക്ക് കടക്കുന്നില്ല. പരിമിതമായ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് 25 വീട് കൂടി അടുത്ത 2-2.5 വർഷത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ? 100 വീടുകൾ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി എന്നുള്ള പദ്ധതിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിലൂടെ. അപ്പം അതിന്റെ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഫ്ലെക്സും പോസ്റ്ററും ഒഴിവാക്കാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനൊരു എടുത്തുകാട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പ്രചാരണത്തിന്റെ പണം ഈ വീട് നിർമ്മാണത്തിലേക്ക് മാറ്റി. അത് അതിനനുസരിച്ച് നോക്കാം. അതിലേക്കാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. എന്താ സംശയം? പോസ്റ്റർ ഇല്ല എന്ന് പറയുമ്പോൾ മൊത്തത്തിലില്ല എന്നാണോ? മൊത്തത്തിൽ പോസ്റ്റർ ഇല്ല, ഫ്ലെക്സ് ഇല്ല. കൈപ്പത്തി കാണും. കൈപ്പത്തി ചിഹ്നം പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല എന്നുള്ളതാണ് സന്ദേശം. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന വാർത്തകൾ, ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ വേണ്ട, ചാണ്ടി ഉമ്മൻ ഭയങ്കര അതൃപ്തിയൊക്കെ ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ആരാ? ഞാൻ പറഞ്ഞോ? ജനസംസാരം അങ്ങനെയാ. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റൂ? നിങ്ങൾ ഓരോ ദിവസം ഓരോ വാർത്ത കൊടുക്കും, ഞാൻ എങ്ങനെ ഉത്തരവാദിയാവും? തനിക്ക് നാണമില്ലേ? കാശിന് അത്ര ആവശ്യമുണ്ടെങ്കിൽ വേറെ വല്ല പണിക്ക് പോടാ. മനസാക്ഷിയില്ലാത്ത ജാതികളാണ്. നേതാക്കളാരും സംസാരിച്ചിട്ടില്ല. നിങ്ങളിത് എല്ലാ ദിവസവും രാവിലെ ഓരോരുത്തരുടെ പേരിടും. ഇനി എന്റെ വീട്ടിൽ എന്റെ അനന്തരവന്റെ പേരൂടെ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.